Hallelujah. Hallelujah. Our God expect we should be grateful to the Lord. നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി കാണപ്പെടണം എന്നതാണ്. And we must be praising God. നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. So many blunders, foolishness, lackness, shortcomings, we given room in our lives. നമ്മുടെ ജീവിതത്തിൽ അനേകവിധമായ ഭോഷത്വങ്ങൾക്ക്, മൂഢത്വങ്ങൾക്ക്, പലവിധമായ തെറ്റുകൾ, കുറവുകൾക്കൊക്കെ നാം ഇടം കൊടുത്തുപോയി. We can't go back and rectify all things. നമുക്ക് മടങ്ങിപ്പോയി സകലവും ക്രമീകരിക്കാൻ We കഴിയുകയില്ലല്ലോ. don't remember all things. നാം സകലത്തെയും ഓർക്കുന്നതുമില്ല. Certain things we remembered, God reminded us, and we asked forgiveness. ചില വിഷയങ്ങൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു, നാം കർത്താവിനോട് ക്ഷമയും ചോദിച്ചു. Many things we forgotten. എന്നാൽ അനേക വിഷയങ്ങൾ നാം മറന്നിരിക്കുന്നു. Even if it comes to our mind, exactly we can't go and rectify it. നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വന്നാൽ പോലും അത് വീണ്ടും അവിടേക്ക് കടന്നു ചെന്ന് അത് നേരെയാക്കുവാൻ ഒരുപക്ഷെ കഴിയുകയില്ലായിരിക്കാം. But our God, He is there to help us. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ സഹായിപ്പാൻ ഉണ്ട്. He is there, therefore we have a hope. അവൻ നമ്മോടുകൂടി ഉള്ളതിനാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. We have to praise from the depth of our heart and press ahead. That is what God expects from our life. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകണം എന്നതാകുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. And many have not come saying sanctification meeting is over and communion service over. Why this meeting? അനേകർ ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. അവർ ചിന്തിക്കുന്നത് ഇതാകുന്നു, വിശുദ്ധീകരണ യോഗങ്ങൾ കഴിഞ്ഞുവല്ലോ, തിരുവത്താഴ ശുശ്രൂഷയും കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും എന്തിനാ ഈ യോഗം? And if I go straight away for New Year meeting, I will bundle of blessings I will receive and go. നേരിട്ട് പുതുവർഷത്തിന്റെ യോഗത്തിനും മറ്റും കടന്നു പോയാൽ അധികമായ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിപ്പാൻ തീർച്ചയായും ഇടയാകും. And why we are here? എന്നാൽ എന്തുകൊണ്ടാകുന്നു നാം ഒക്കെയും ഇവിടെ ആയിരിക്കുന്നത്? With a grateful heart to praise our God and press ahead. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുൻപോട്ട് പോകുവാൻ നാം ഇവിടെ ആയിരിക്കുന്നു. Whenever year end comes, I remember my childhood days. വർഷത്തിന്റെ അവസാനം കടന്നു വരുമ്പോൾ എന്റെ ബാല്യനാളുകൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. Especially 31st evening time which I spent in my home, I remember. പ്രത്യേകാൽ എന്റെ ഭവനത്തിൽ ഞാൻ ചെലവഴിക്കുന്ന 31-ാം തീയതിയുള്ള വൈകുന്നേരത്തെ സമയത്ത് ഞാൻ ഓർക്കുന്നു. As a family we used to get together. കുടുംബമായി ഞങ്ങൾ ഒന്നുചേരും. Wherever we were, and we used to call, and all we 4 siblings, parents, we used to stand on our knees and praise God. ഞങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ 4 സഹോദരങ്ങൾ, പിതാവും മാതാവും കൂടെ അവർ എല്ലാം ഒന്നിച്ചു ചേർന്ന് മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. From 6 to 8 that prayer would be conducted. 6 മുതൽ 8 വരെ ആകുന്നു ഭവനത്തിലുള്ള ആ യോഗം നടത്തുന്നത്. And most of the things what happened that year, Dad used to remember, and he mentioned, we all with the top of our voice praise God with a thankful heart only. We used to go for year-end service and New Year service. പിതാവ് ആ വർഷത്തിലുടനീളം സംഭവിച്ച സകലവും ഓർത്തെടുത്ത് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം പറയും. ഞങ്ങളും വളരെ ഉച്ചത്തോടെ ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ സ്തോത്രം ചെയ്ത് നന്ദിയുള്ള ഹൃദയത്തോടുകൂടിയാകുന്നു ആണ്ടർതി യോഗത്തിന് പോകുന്നത്. Already took bath and prepared ourselves with new dress and to go there. And before that, this praising would be connected. ഞങ്ങൾ അതിനു മുമ്പ് കുളിച്ച് ഒരുങ്ങി വസ്ത്രമൊക്കെയും ധരിച്ച് അതിന് ശേഷമാകുന്നു 6 മണിക്കുള്ള വീട്ടിലെ യോഗത്തിന് ഇരിക്കുന്നത്. So after finishing that prayer, straight away we used to go for night prayer. ആ യോഗം അവസാനിപ്പിച്ചതിന് ശേഷം നേരിട്ട് ആണ്ടർതി യോഗത്തിന് പോകും. So every year, year after year, I remember that day, those days. അതുകൊണ്ട് വർഷം കഴിയുന്തോറും ആ നാളുകൾ ഞാൻ ഓർക്കാറുണ്ട്. It was a special time. അതൊരു പ്രത്യേക നിമിഷങ്ങളായിരുന്നു. Even today, I think about that. I was very happy. ഇന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. Dear child of God, പ്രിയ ദൈവത്തിലേ, our God like our praises. നമ്മുടെ ദൈവം നമ്മുടെ സ്തുതികളെ ഇഷ്ടപ്പെടുന്നു. People of Israel had this question many times. ഇസ്രായേൽ ജനത്തിന് ഈ ചോദ്യം പലപ്പോഴും അവർക്കും ഉണ്ടായിരുന്നു. When they passed through wilderness, അവർ മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ the wilderness they have never seen. അവർ മരുഭൂമിയെ മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. There were no footprints even in that wilderness. ആ മരുഭൂമിയിൽ നോക്കുമ്പോൾ കാൽച്ചുവടുകൾ പോലും കാണാനില്ല. And such a empty wilderness. അത്രത്തോളം ശൂന്യത നിറഞ്ഞ, Which direction to go, where to turn, and which direction to look forward, they had no idea. ഏത് ദിശയിലേക്ക് നോക്കണം, എങ്ങോട്ട് പോകണമെന്നോ യാതൊരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല. God said go, they started going. ദൈവം പറഞ്ഞു പുറപ്പെടുക എന്ന്, അതുകൊണ്ട് അവർ പുറപ്പെട്ടു പോയി. 12 tribes were there. 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. And they had this question, which tribe to go first? അവർക്കും ഈ ചോദ്യമുണ്ടായി, ഏത് ഗോത്രം ആദ്യം പുറപ്പെടണം? And should Reuben go first? റൂബേൻ പോകണമോ Or
Simeon go first? അല്ലെങ്കിൽ സിമിയോൻ കടന്നു ചെല്ലണം? They asked God. അവർ ദൈവത്തോട് അന്വേഷിച്ചു. What God said? അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? Judah should go first. യഹൂദ ആദ്യം പുറപ്പെടണം. And all through 40 years, Judah had to go first. 40 നീണ്ട വർഷങ്ങൾ യഹൂദ ആദ്യം പുറപ്പെടണം. Never they changed. ഒരിക്കലും അതിനൊരു മാറ്റം അവർ വരുത്തിയില്ല. And Judah did not say, 10 years I went forward, now Reuben go. യഹൂദയും പറഞ്ഞില്ല, ഞാൻ 10 വർഷമായി മുമ്പിൽ നടക്കുന്നു, ഇനി റൂബേൻ മുമ്പിൽ പോകട്ടെ. Even God did not say, okay, 20 years he went forward, now the tribe of Levi go. ദൈവം ഒരിക്കൽ പറഞ്ഞില്ല, ഇപ്പോൾ 20 വർഷമായി യഹൂദ തന്നെ മുൻപിൽ നടക്കുന്നുവല്ലോ, ഇനി ലേവി ഗോത്രം നടക്കട്ടെ. 40 years Judah had to go first. 40 വർഷം തന്നെ യഹൂദ മുമ്പിൽ നടക്കണമായി. Canaan was not in their sight. കനാൻ അവരുടെ ദൃഷ്ടിയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. They had to walk around wilderness. അവർ മരുഭൂമിയിൽ ചുറ്റിത്തിരിയണമായിരുന്നു. But when Judah went there, എന്നാൽ യഹൂദ ആദ്യം പുറപ്പെട്ടപ്പോൾ God gave victory in all places. എല്ലായിടങ്ങളിലും ദൈവം അവർക്ക് ജയത്തെ നൽകി. Appointed time they could reach Canaan. നിയമിക്കപ്പെട്ട സമയത്ത് കനാനിൽ എത്തിച്ചേരുവാൻ സാധിച്ചു. And we have not seen New Year. നാം പുതുവർഷം ഇതുവരെയും കണ്ടിട്ടില്ല. And we have not entered into the year 2025. 2025 ആണ്ടിൽ ഇതുവരെ നാം പ്രവേശിച്ചിട്ടില്ല. And we have not seen any of the incidents of 2025. 2025 ആണ്ടിലെ ഒരു സംഭവങ്ങൾ ഇതുവരെ നാം കണ്ടിട്ടില്ല. But if you ask God what he will say, എന്നാൽ ദൈവത്തോട് നാം ഇപ്പോൾ ചോദിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് പറയും? Even this morning God told me same thing and to me. ഇതേ വിഷയം തന്നെ രാവിലെ സമയം ദൈവം എന്നോട് പറഞ്ഞു. Let Judah go first. യഹൂദ ആദ്യം പുറപ്പെടട്ടെ. Let Judah go first. യഹൂദ ആദ്യം പുറപ്പെടട്ടെ. So if Judah go, definitely every crooked places will made straight. യഹൂദ ആദ്യമേ പുറപ്പെടുന്നുവെങ്കിൽ സകല ദുർഘടങ്ങളും നേരെയായി വരും. Let all impossible become possible. അസാധ്യങ്ങളൊക്കെ സാധ്യമായി All മാറും. hindrance will be removed. എല്ലാ തടസ്സങ്ങളും നീക്കപ്പെടും. Even for warfare. യുദ്ധത്തിന്റെ വിഷയത്തിലും And when they asked, അവർ അന്വേഷിച്ചാറേ Moses died. മോശ മരിച്ചുപോയി. After that Joshua also died. അതിനുശേഷം ഉണ്ടായിരുന്ന യോശുവയും മരിച്ചു. Canaanites were left in that land. പിന്നീട് കനാനിയ ജാതികൾ ആ ദേശത്തുണ്ടായിരുന്നു. And in the book of Judges chapter 1 and 2 when we read, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, and who should go against Canaanites? കനാനിയർക്ക് വിരോധമായി ആർ പുറപ്പെടണം? The Lord said, Judah shall go up. യഹോവ അവരോട് പറഞ്ഞു, യഹൂദ ആദ്യം പുറപ്പെടട്ടെ. And for that also Judah. അതിനും യഹൂദ. And other tribes, God did not give importance. മറ്റുള്ള ഗോത്രങ്ങൾക്ക് വേണ്ട പ്രാധാന്യം ദൈവം കൊടുത്തില്ല. Why? എന്തുകൊണ്ട്? Is it Reuben is inferior than others? റൂബേൻ മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനോ? Is it Levi inferior than others? ലേവി മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനോ? Many mighty warriors were in the tribe of Benjamin. ബെന്യാമിൻ ഗോത്രത്തിൽ വീര പരാക്രമശാലികൾ ഉണ്ടായിരുന്നു. But God said, let Judah go for battle. എന്നാൽ ദൈവം പറയുകയാകുന്നു, യഹൂദ ആദ്യം യുദ്ധത്തിനായി What does it mean? അതിന്റെ അർത്ഥം എന്താകുന്നു? I will praise the Lord. ഞാൻ ദൈവത്തെ സ്തുതിക്കും. I will praise the Lord. ഞാൻ ദൈവത്തെ സ്തുതിക്കും. And that praises alone God expects even in battlefield. യുദ്ധത്തിൽ പോലും ദൈവം പ്രതീക്ഷിക്കുന്നത് സ്തോത്രവും സ്തുതിയും മാത്രമാകുന്നു. And even when they went against battle with Benjamin, അവർ ബെന്യാമിൻ ഗോത്രത്തിന് വിരോധമായി മറ്റ് 11 ഗോത്രങ്ങൾ യുദ്ധത്തിന് പോയാറേ, they did a lewd thing. അവർ നീചമായ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് they had to be corrected. അവർക്ക് അതിൽ തെറ്റ് And തിരുത്തേണമായിരുന്നു. they did not correct themselves. എന്നാൽ ബെന്യാമിൻ ഗോത്രമോ തെറ്റ് തിരുത്തിയില്ല. They took it very simple way. അവർ ഒരു സാധാരണ വണ്ണമെന്ന് എടുത്തു. And they went for battle. അവർ യുദ്ധത്തിനായി പോയി. First day they failed. എന്നാലോ 1-ാം ദിവസം അവർ പരാജയപ്പെട്ടു പോയി. Truth was with them. അവരുടെ ഭാഗത്ത് ന്യായം സത്യമുണ്ടായിരുന്നു. And 11 tribes were stronger. 11 ഗോത്രങ്ങൾ നോക്കുമ്പോൾ ബലവാന്മാരുമാകുന്നു. And they were able people. അവർ സാമർത്ഥ്യമുള്ള ജനം, More in number. അവർ അധികമായ ജനങ്ങൾ. But what happened? എന്നാൽ എന്ത് സംഭവിച്ചു? When they went for battle, അവർ യുദ്ധത്തിന് പുറപ്പെട്ടാറ്. first day they failed. 1-ാം ദിവസം അവർ, Second day also failed. 2-ാം ദിവസം പരാജയപ്പെട്ടു. Then they cried in the presence of God. അതിനുശേഷം ദൈവസന്നിധിയിൽ കരഞ്ഞു. They fasted. പിന്നീട് ഉപവസിച്ചു. Rent their clothes. അവരുടെ വസ്ത്രങ്ങൾ കീറി. Humbled themselves. തങ്ങളെ തന്നെ താഴ്ത്തി. Asked the Lord. ദൈവത്തോട് അന്വേഷിച്ചു. And who should go? ആർ മുമ്പ് പുറപ്പെടണം? And God said, Judah go. അപ്പോൾ പറഞ്ഞു, യഹൂദ മുമ്പനായി And പോകട്ടെ. when Judah went, they got victory. യഹൂദ പുറപ്പെട്ടാറെ അവർക്ക് ജയം ലഭിച്ചു. And they could correct the tribe of Benjamin. അങ്ങനെ ബെന്യാമിൻ ഗോത്രത്തിന്റെ തെറ്റിദ്ധരിച്ചുവാൻ അവർക്ക് സാധിച്ചു. These are a few things I mentioned morning time. ഈ ചില വിഷയങ്ങൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞതാകുന്നുവല്ലോ. Now we will go to the another 2-3 things important. ഇന്ന് ഇപ്പോൾ മറ്റ് 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നുചെല്ലാം. Jacob, he had a thought, he will see Joseph no more. യാക്കോബ് ഇപ്രകാരം ചിന്തിച്ചു, ഇനി മേലാൽ ഞാൻ യോസഫിനെ കാണുകയില്ല. And Joseph died and gone. യോസഫ് ഇതിനോടകം മരിച്ചുവെന്ന് താൻ ചിന്തിക്കുന്നു. He believed his children's report.
തന്റെ മക്കൾ അവനോട് അറിയിച്ച ദൂത് അവൻ വിശ്വസിച്ചു. He cried and cried. അവൻ അധികമായി കരഞ്ഞ് വിലപിച്ചു. Finally, one day, എന്നാൽ ഒരു ദിവസം he got a news. അവന് ഒരു ദൂത് ലഭിക്കുന്നു. And Joseph is alive. ഇതാ യോസഫ് ജീവനോടിരിക്കുന്നു. And he is governor in the land of Egypt. അവൻ മിസ്രൈം ദേശത്ത് അധിപതിയായി കാണപ്പെടുന്നു. He wants you to come. അവനോ നീ അവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. When they conveyed this message, ഈ ദൂത് യാക്കോബിനെ അറിയിച്ചാറ്. and he did not believe. അവൻ വിശ്വസിച്ചില്ല. He could not believe his ears. അവന്റെ ചെവി കേട്ടത് അവന് വിശ്വസിപ്പാൻ And കഴിഞ്ഞില്ല. whether they are telling the truth, even what is happening. എന്താകും സംഭവിക്കുന്നത്, ഇവർ പറയുന്നത് സത്യമാകുന്നുവോ? When he saw the wagons, എന്നാൽ വന്ന ആ വണ്ടികൾ അവൻ കണ്ടാറേ. Joseph sent wagons to carry him. യോസേഫ് അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള വണ്ടികൾ അയച്ചിരുന്നു. The words of Joseph. പിന്നീട് യോസഫിന്റെ വാക്കുകളും അവൻ ദൂതായി And അയച്ചിരുന്നു. his spirit revived. അവൻ ഉടനെ അവന് ചൈതന്യം ലഭിച്ചു. He thought he will die very soon. അവൻ ചിന്തിച്ചു ഞാൻ വേഗം മരിച്ചു പോകുമെന്ന്. But words of Joseph confirmed him. എന്നാൽ യോസേഫിന്റെ വാക്കുകൾ അവനെ ബലപ്പെടുത്തി. Yes, he is alive. ഇത് അവൻ He ജീവനോടിരിക്കുന്നു. is governor over all the land of Egypt. അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയായിരിക്കുന്നു. These are the words of Joseph. ഇതൊക്കെയും യോസഫിന്റെ വാക്കുകളാകുന്നു. And my children cannot make a fun or make a story in this way. ഇങ്ങനെ എന്റെ മക്കൾക്ക് ഒരു കഥയുണ്ടാക്കി പറയുവാൻ കഴിയുകയും. And moreover, he saw the wagons. മാത്രമല്ല അവൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ The spirit revived. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. Is my Joseph is yet alive? I will go and see him before I die. മതി, എന്റെ മകൻ യോസഫ് ജീവനോട് ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും. He took his journey. അങ്ങനെ അവന്റെ യാത്ര അവൻ പുറപ്പെട്ടു. He came to Beersheba. അങ്ങനെ ബേർശേബയിൽ അവൻ എത്തി. There he offered sacrifice unto God for his father Isaac. അങ്ങനെ തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. God spake unto Israel in a vision ഇസ്രായേലിനോട് ദൈവം രാത്രിയിൽ ദർശനങ്ങളിൽ and said, Jacob, Jacob. He said, Here am I. യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. He said, I am God, the God of father. Fear not to go down to Egypt. I will with thee to make thee a great nation. അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ, മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളിച്ചെയ്തു. And for our edification, let us look in this way. നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കായി ഈ വിഷയം നമുക്ക് ഇങ്ങനെ കാണാം. We need not to fear for 2025. 2025 ഓർത്ത് നാം ഭയപ്പെടേണ്ട. Go to Egypt or 2025, we need not to fear. മിസ്രൈമിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ 2025 പോകുവാൻ നാം ഭയപ്പെടേണ്ട. God will be with us. ദൈവം നമ്മോട് കൂടി ഇരിക്കും. He says, I am the God of thy father. ദൈവം അവനോട് പറയുകയാകും, നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു ഞാൻ. I will be with thee. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. I will make thee great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. And surely you will meet Joseph. തീർച്ചയായും നീ യോസെഫിനെ സന്ധിക്കും. Two things mentioned mainly. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറഞ്ഞിരിക്കും. And you are going to meet Joseph. നീ അവിടെ യോസെഫിനെ സന്ധിപ്പാൻ പോകുന്നു. In that land I will bless. ആ ദേശത്ത് ഞാൻ നിന്നെ It is അനുഗ്രഹിക്കും. a strange land. അതൊരു It അന്യദേശമാകും. is a new land. അതൊരു പുതിയ ദേശമാകും. Never gone to that land. ആ ദേശത്തിലേക്ക് ഒരിക്കലും മുമ്പ് പോയിട്ടില്ല. But you are going to that land. എന്നാൽ നീ ആ ദേശത്തിലേക്ക് പോകുന്നു. I will going to take you to that land. ഞാൻ തന്നെ നിന്നെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. There you will meet Joseph. നീ അവിടെ യോസെഫിനെ സന്ധിക്കും. Dear child of God. പ്രിയ ദൈവത്തിലെ. And this is the confirmation God given to Jacob. And this evening time God is giving to us. ഇത് യാക്കോബിന് ദൈവം കൊടുത്ത ഉറപ്പാകുന്നു. ഈ വൈകുന്നേര സമയം ദൈവം നമുക്ക് നൽകി തരുന്നു. What he did? എന്താകുന്നു അവൻ ചെയ്തത്? First of all, he offered sacrifices in Beersheba. ഒന്നാമതായി ബേർശേബയിൽ വെച്ച് തന്റെ പിതാവായ ദൈവത്തിന് യാഗം കഴിച്ചു. These days we are offering sacrifices. ഈ നാളുകളിൽ നാമും യാഗങ്ങൾ കഴിക്കുന്നുവല്ലോ. In Beersheba, the place of worship, we dwelt and we sanctified ourselves and we offered sacrifice. ബേർശേബ എന്ന ആരാധന സ്ഥലത്ത് നാം തങ്ങി നാം നമ്മുടെ പ്രാർത്ഥനകളും യാഗങ്ങളും കഴിച്ചു. Verse 5 when we read, അതിന്റെ 5-ം വാക്യം നാം വായിക്കുമ്പോൾ, they gathered everyone. അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് Jacob rose up from Beersheba, and the sons of Israel carried Jacob, their father, and the little ones, their wives, and the wagons which Pharaoh had sent to carry him. ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 5-ം വാക്യത്തിൽ, പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. And simply he did not go. അവൻ വെറുതെ അല്ല പോയത്. All people joined together and went. അവർ എല്ലാവരും ഒന്നു ചേർന്നാകുന്നു പോയത്. Verse 28 when we read, അതിന്റെ 28-ം വാക്യം നാം വായിക്കുമ്പോൾ, he sent Judah before him unto Joseph. അപ്പോൾ അവൻ യഹൂദയെ യോസെഫിന്റെ അടുക്കൽ മുന്നിട്ട് അയക്കുന്നു. I am coming to Egypt.
ഞാൻ മിസ്രൈമിലേക്ക് വരുന്നു, I am coming to meet you. ഞാൻ നിന്നെ എതിരേൽപ്പാൻ ഇതാ വരുന്നു. And Joseph, you come and meet me in between. എന്നാൽ നീയോ ഇടയ്ക്ക് വെച്ച് യോസേഫെ നീ എന്നെ വന്ന് എതിരേൽക്കണമേ. You come and meet in Goshen. നീ ഗോശേൻ ദേശത്ത് എത്തി എന്നെ എതിരേൽക്കണം. Therefore, what he did, he sent Judah first. അതുകൊണ്ട് എന്താകുന്നു അവൻ ചെയ്തത്? ഒന്നാമത് യഹൂദയെ അയച്ചു. He sent Judah before him unto Joseph. അവൻ യഹൂദയെ യോസഫിന്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു. And when Joseph saw Judah, യോസെഫ് യഹൂദയെ കണ്ടാറെ, and Joseph made ready his chariot, യോസെഫ് തന്റെ രഥം കെട്ടിച്ച് and went up to meet Israel his father, അപ്പനായ ഇസ്രായേലിനെതിരേൽപ്പാൻ ഗോശേനിലേക്ക് പോയി. to presented himself unto him, and he fell on his neck and wept on his neck a good while. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. Dear child of God, പ്രിയ ദൈവത്തിലെ, when we enter into New Year, നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ and our Joseph should come and meet us, നമ്മുടെ യോസെഫ് കടന്നു വന്ന് നമ്മെ എതിരേൽക്കണം. and we will enter, നാം അവിടെ പ്രവേശിക്കും. and it is less than 28 hours now. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 28 മണിക്കൂറിൽ താഴെ. Countdown is going down. കൗണ്ട് ഡൗൺ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. Anyhow, the time will pass away. എങ്ങനെയായിരുന്നാലും ഈ സമയം കടന്നു പോകും. And whether we believe or not believe, നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, whether we are children of God or not, നാം ദൈവമക്കൾ ആയാലും ഇല്ലെങ്കിലും, whether we are Pentecostals or worldly people, ബെന്തിക്കോസ്കാരായിരുന്നാലും ലോകജനങ്ങളായിരുന്നാലും, for everyone New Year will be given if God permits. ഈ കർത്താവ് അനുവദിക്കുന്ന എല്ലാവർക്കും പുതുവർഷം നൽകപ്പെടും. And with us, worldly people also enter into New Year. They will also celebrate. നമ്മോടുകൂടെ തന്നെ ലോകത്തിലെ ജനങ്ങളും പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ആഘോഷിക്കും. But for us, എന്നാൽ നമുക്കോ, and that Egypt, ആ മിസ്രൈം, one way it is a worldly year. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് ലോകത്തിലെ ഒരു വർഷം മാത്രം. That is Egypt. അതൊരു മിസ്രൈം But ആകും. when we go there, എന്നാൽ നാം അവിടെ പോകുമ്പോൾ, and we should not go as if no one is there. അവിടെ നമുക്ക് ആരും ഇല്ലാത്തതുപോലെ പോകരുത്. Like a orphans, we should not go. നാം അനാഥരെ പോലെ അവിടെ പോകരുത്. And no one to invite me, no one to meet me. എന്നെ ഒന്ന് എതിരേൽപ്പാൻ തക്കവണ്ണം സ്വീകരിപ്പാൻ ആരുമില്ലല്ലോ. And when we go to our hometown, many times we expect someone dear to us come into airport and meet us. നമ്മൾ ജന്മദേശത്തേക്കൊക്കെയും പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എയർപോർട്ടിൽ വന്ന് നമ്മെ വരവേൽക്കണമെന്ന് നാം When ആഗ്രഹിക്കാറുണ്ട്. parents die, what children say and cry? എന്താകുന്നു? മാതാപിതാക്കൾ മരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു കരയുന്നത്. Every year, dad used to come to airport. എല്ലാ വർഷവും എയർപോർട്ടിലേക്ക് പിതാവ് And വരുമായിരുന്നു. this year he is not there. ഈ വർഷം താനില്ലല്ലോ. And that is a grief. അത് അവർക്ക് ദുഃഖം. And some expecting their children. ചിലരാകുന്നതിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. And yes, dear child of God. അതേ പ്രിയ ദൈവത്തിലെ, Jacob also that desire. യാക്കോബിനും ആ ആഗ്രഹം ഉണ്ടായിരുന്നു. And Joseph must come and meet me. യോസെഫ് കടന്നു വന്ന്, He is a governor. അവൻ അധിപതിയാകുന്നു. But I will not go to that governor office and meet him. എന്നാൽ അധിപതിയുടെ ആ പ്രത്യേക ആസ്ഥാനത്ത് പോയി ഞാൻ അവനെ കാണുകയില്ല. But he must come. എന്നാൽ അവൻ വരണം. In Goshen itself he must meet. ഗോശേൻ ദേശത്ത് കടന്നു വന്നതിനെ വരവേൽക്കണം. That is the right way of meeting. അതാകുന്നു ശരിയായ ഒരു Then I will have a joy അങ്ങനെയെങ്കിൽ എനിക്ക് to സന്തോഷമുണ്ടാകും. give that information. ആ ദൂത് നൽകുവാൻ. And who was chosen? ആരാകും തിരഞ്ഞെടുക്കപ്പെട്ടത്? And Reuben was not chosen. റൂബൻ അല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. And even Benjamin was not chosen. ബെന്യാമിനും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. And only Judah was. യഹൂദ മാത്രം And he തിരഞ്ഞെടുക്കപ്പെട്ടു. sent Judah. അവൻ യഹൂദയെ അയച്ചു. And because of that pre-plan, അവൻ ഉണ്ടായിരുന്നതായ ആ മുൻ പദ്ധതി പ്രകാരം Joseph also made his chariots ready and came to Goshen. യോസെഫും തന്റെ രഥങ്ങളെ കെട്ടിച്ച് ഗോശേൻ ദേശത്തെത്തി. And the right time they met. തക്ക സമയമായപ്പോൾ ഇരുവരും കണ്ടു. They embraced each other. അവർ തമ്മിൽ ആലിംഗനം They ചെയ്തു. fell on their neck അവർ കഴുത്തിൽ മേൽ വീഴുന്നു and കരഞ്ഞു. wept a good while. മാത്രമല്ല ഏറെ നേരം കരഞ്ഞു. They shared all their grief, and that is gone forever. അവർക്ക് ഉണ്ടായിരുന്ന ആ ദുഃഖം എന്നേക്കും അവിടെ വെച്ച് തീർന്നുപോയി. Dear child of God, പ്രിയ ദൈവത്തിലെ, when we enter into New Year, നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ our Jesus must come and meet us. നമ്മുടെ യേശു കടന്നു വന്ന് നമ്മെ എതിരേൽക്കണം. Our loving beloved must come and invite us. നമ്മുടെ പ്രിയനായ നമ്മുടെ മണവാളൻ കടന്നു വന്ന് നമ്മൾ As വരവേൽക്കണം. orphans, we should not enter into New Year. അനാഥരെ പോലെ നാം പുതുവർഷത്തിൽ പ്രവേശിക്കരുത്. With our God, we must enter. നമ്മുടെ ദൈവത്തോടുകൂടെ നാം പ്രവേശിക്കണം. And for that, what we have to do? അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? And like Jacob, we must send this Judah. യാക്കോബിനെ പോലെ ഈ യഹൂദയെ നാം ആദ്യമായി If you are wise enough and sending Judah, നാം ജ്ഞാനികളായിരുന്ന യഹൂദയെ ആദ്യം അയക്കുന്നുവെങ്കിൽ surely he will come. He will not delay to come. നിശ്ചയമായി യോസഫ് വരുവാൻ താമസിക്കുകയില്ല. Yes, that is a gate for our blessing or for the New Year. അത് തന്നെയാകുന്നു പുതുവർഷത്തിലേക്കുള്ള ശരിയായ നമ്മുടെ വാതിൽ. Psalms 118:20 when we read, 118 സങ്കീർത്തനം അതിന്റെ 20 വാക്യം നാം വായിക്കുമ്പോൾ, this gate of the Lord into which the righteous shall enter.
അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിലൂടെ കടക്കും. Yes, what is that gate? എന്താകുന്നു ആ വാതിൽ? Praises. അത് സ്തുതികൾ. This is of the Lord. ഇത് യഹോവയുടെ വാതിലാകുന്നു. Which righteous shall enter? അതിലൂടെ നീതിമാന്മാർ പ്രവേശിക്കും. I will praise thee, for thou hast heard me and art become my salvation. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. Dear child of God, we have to praise our God. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Wholeheartedly, even whatever time left before us, we have to praise God, not complain or murmur. പ്രിയമുള്ളവരെ, നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തിൽ അവശേഷിക്കുന്ന സമയത്തിൽ പിറുപിറുക്കാതെ മുഴു ഹൃദയത്തോടുകൂടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. They appointed Levites to praise God. അവർ ലേവ്യരെ ദൈവത്തിന് സ്തുതി സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നിയമിച്ചു. That was their main work. അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗം. And they had to praise God night and day, being in the tabernacle of God. ദൈവത്തിന്റെ തിരുവാസത്തിൽ ഇരുന്ന് ആയിക്കൊണ്ട് ദൈവത്തെ രാവും പകലും സ്തുതിക്കുക എന്നതായിരുന്നു അവരുടെ കർത്തവ്യം. They praised God, God himself been with them and blessed them. അവർ ദൈവത്തെ സ്തുതിച്ചതിനാൽ ദൈവം അവരോടുകൂടി ഇരുന്ന് ദൈവം തന്നെ അവരെ അനുഗ്രഹിച്ചു. So many blessings through praises they experienced. സ്തോത്രത്തിലൂടെ അനേക അനുഗ്രഹങ്ങൾ അവർ I അനുഭവിച്ചു. need not to tell all these things. You know very well. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന വിഷയമാകുന്നു. Even how that they got victory over Jericho, it is written. യെരിഹോവിൽ എങ്ങനെ അവർക്ക് ജയം ലഭിച്ചുവെന്നും അവിടെ എഴുതിയിരിക്കുന്നുവല്ലോ. And they just praised God. അവർ ദൈവത്തെ സ്തുതിച്ചു. They did not speak how it would be, how they would get victory, but they praised God. അവർ ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ യുദ്ധത്തിൽ ജയം ലഭിക്കുമെന്നൊന്നും അവർ സംസാരിച്ചില്ല. അവർ ദൈവത്തെ സ്തുതിക്കുക മാത്രം Praising ചെയ്തു. people, so many blessings God has kept. സ്തുതിക്കുന്ന ജനത്തിന് അനേക അനുഗ്രഹങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നു. In the book of Genesis chapter 49, 8 to 10, and we read. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആറവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡു അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. Thou art he whom thy brethren shall praise. Thy hand shall be in the neck of thine enemies. Thy father's children shall bow down before thee. Judah is a lion's whelp from the prey. My son, thou art gone up. He stooped down, he couched as a lion, and as an old lion, who shall rouse him up? The scepter shall not depart from Judah, nor a lawgiver from between his feet, until Shiloh come, and unto him that shall the gathering of the people. See, a special blessing or many blessings given to Judah. പ്രത്യേകമായ ഒരു അനുഗ്രഹം, അനേക അനുഗ്രഹങ്ങൾ യഹൂദയ്ക്ക് നൽകപ്പെടുന്നു. Thou art he whom the brethren shall praise. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. Thy hand shall be in the neck of thine enemies. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. Thy father's children shall bow down before thee. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. And Judah is a lion's whelp. യഹൂദ ഒരു ബാലസിംഹം. For the prey, my son, thou art gone up. മകനെ, നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. And he stooped down, and he couched as a lion, as a old lion, who shall rouse him up. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും. The scepter shall not depart from Judah, nor a lawgiver from between his feet. ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. Until Shiloh come, and unto him shall the gathering of the people be. അവകാശമുള്ളവൻ വരുവോളം തന്നെ ജാതികളുടെ അനുസരണം അവനോടാകും. Dear child of God, പ്രിയ ദൈവത്തിലെ, when we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ so many blessings hidden അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. that will come eventually in our life. അത് പരമമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ കടന്നു വരും. We have to praise God as he is God. അവൻ ദൈവം എന്ന് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. Due praises we have to offer. തക്കതായ സ്തോത്രങ്ങൾ നാം അവന് കൊടുക്കണം. And King Asa also, by praises he got victory. ആസ രാജാവും ദൈവത്തെ സ്തുതിച്ചതിനാൽ അവന് ജയം ലഭിച്ചു. And Josaphat also, by praising God, got victory. യഹോശാഫാത്ത് രാജാവും ദൈവത്തെ സ്തുതിച്ചതിനാൽ അവന് ജയം ലഭിച്ചു. And even around Jericho, when with praises they got victory. മാത്രമല്ല, യെരിഹോ മതിലിന് ചുറ്റും സ്തോത്രത്തോടുകൂടി അവർ നടന്നപ്പോൾ അവർക്ക് ജയം ലഭിച്ചു. And even in New Testament, St. Paul and Silas, when they praised God, they got victory. മാത്രമല്ല, പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർക്കും അവിടെ വിടുതലും ജയം ലഭിച്ചു. And in our life also, by singing and praising God, we have seen victory many times. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിന്
പാട്ടുകൾ പാടിയതിനാൽ, ദൈവത്തെ സ്തുതിച്ചതിനാൽ നമുക്കും ജയം ലഭിച്ചുവല്ലോ. And how you are going to prepare for New Year? എങ്ങനെയാകുന്നു നാം എല്ലാവരും പുതുവർഷത്തിന് വേണ്ടി We ഒരുങ്ങുവാൻ are പോകുന്നത്? all expecting blessing. നാം എല്ലാവരും അനുഗ്രഹങ്ങളെ We are പ്രതീക്ഷിക്കുന്നു. all praying for promises. നാം എല്ലാവരും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. A great expectation is there. ഒരു വലിയൊരു പ്രതീക്ഷ നമുക്ക് ഏവർക്കുമുണ്ട്. And what I will get. എനിക്ക് എന്ത് ലഭിക്കാൻ And പോകുന്നു? in the presence of God, what more blessings God will give. ദൈവസന്നിധിയിൽ എന്ത് അധികമായ അനുഗ്രഹങ്ങൾ ദൈവം തരുവാൻ പോകുന്നു? For you and for your children, blessings are waiting. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇതാ അനുഗ്രഹങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവത്തിലേ, and want that blessing. Take that blessing. ആ അനുഗ്രഹങ്ങളെ കൈവശമാക്കുവിൻ. And it is not slipped from your hand. അത് നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോകരുത്. And if you are a praising person, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ Jesus will come and meet you and take to the new year. യേശു തന്നെ കടന്നു വന്ന് നിങ്ങളെ എതിരേൽറ്റ് പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പിക്കും. How much time Joseph would have spent with Jacob, എത്രത്തോളം സമയം യോസെഫ് യാക്കോബിനോട് ചെലവഴിച്ചിരിക്കും. and rest of the whole life he was with him. പിന്നീടുള്ള ആയുഷ്കാലം മുഴുവനും അവൻ തന്നോടുകൂടി തന്നെ ആയിരുന്നു. Dear child of God, പ്രിയ ദൈവത്തിലേ, we need Jesus. നമുക്ക് യേശു ആവശ്യം. And without him, we can't live in 2025. അവനെ കൂടാതെ 2025 നമുക്ക് ജീവിപ്പാൻ കഴിയുകയില്ല. And without him, we can't do anything. അവനെ കൂടാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല. And let us ask Jesus to come. നമുക്ക് യേശുവിനോട് വരുവാൻ തക്കവണ്ണം അപേക്ഷിക്കാം. We have to start with Jesus. നാം യേശുവിനോട് കൂടെ We ആരംഭിക്കണം. have to walk with Jesus. നാം യേശുവിനോട് കൂടെ നടക്കണം. We have to live with Jesus. നാം യേശുവിനോട് കൂടെ ജീവിക്കണം. And for that, what we have to do? അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? And we have to praise God. നാം ദൈവത്തെ സ്തുതിക്കണം. We have to send praises. നാം സ്തുതികളെ അയക്കണം. From here, we have to send praises there. ഇവിടെ നിന്നും നാം സ്തോത്രങ്ങളെ അവിടേക്ക് അയക്കണം. And we can't go to 2025. നമുക്ക് 2025 പോകുവാൻ കഴിയുകയില്ല. And we can't go to heaven and bring blessings. നമുക്ക് സ്വർഗത്തിലേക്ക് കയറി അനുഗ്രഹങ്ങളെ കൊണ്ടുപോകാൻ But കഴിയുകയില്ല. if you send Judah, എന്നാൽ യഹൂദയെ നാം ആദ്യം അയക്കുന്നുവെങ്കിൽ surely he will go and bring Jesus along with all the blessings as well. നിശ്ചയമായി അവൻ കടന്നു ചെന്ന് സകല അനുഗ്രഹങ്ങളോടുകൂടെ യേശുവിനെയും കൊണ്ടുവരും. That will be a blessed new year. അത് അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷമായിരിക്കും. By the eyes of faith we can see. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നമുക്ക് കാണുവാനും And we കഴിയും. can experience by the faith. വിശ്വാസത്താൽ നമുക്കത് അനുഭവിപ്പാനും കഴിയും. Let us close our eyes. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us get that grace. ആ കൃപ നമുക്ക് പ്രാപിക്കാം. Not only for entering into year, പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ മാത്രമല്ല, entering into every day, ഓരോ ദിവസത്തിലും പ്രവേശിക്കുമ്പോൾ, entering into every month, ഓരോ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും, until we enter into the heavenly Canaan. സ്വർഗീയ കനാനിൽ നാം പ്രവേശിക്കുവോളം തന്നെ And Joseph must come and meet us. യോസേഫ് കടന്നു വന്ന് നമ്മെ വരവേൽക്കണം. And Jesus must come and greet us. യേശു കടന്നു വന്ന് നമ്മെ എതിരേൽക്കണം. And Jesus come and kiss us. യേശു കടന്നു വന്ന് നമ്മെ മുത്തം Let ചെയ്യണം. him kiss by the kisses of his mouth. അവന്റെ അധരങ്ങളാൽ തന്നെ അവൻ നമ്മെ ചുംബനം And ചെയ്യുമാറാകട്ടെ. how he will kiss by the kisses of his mouth. എങ്ങനെയാകുന്നതിന്റെ വായിൽ അധരങ്ങളാൽ നമ്മെ ചുംബിപ്പാൻ പോകുന്നത്? And when we praise God. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, Dear child of God, പ്രിയ ദൈവത്തിലേ, are you ready? നിങ്ങൾ ഒരുക്കമോ? Are you ready to meet Joseph? നിങ്ങൾ യോസെഫിനെ സന്ധിപ്പാൻ ഒരുക്കമോ? Then Egypt will not be Egypt for you. അങ്ങനെയെങ്കിൽ മിസ്രൈം നിങ്ങൾക്ക് ഒരിക്കലും മിസ്രൈം ആയിരിക്കുകയില്ല. And Egypt will be home for you. മിസ്രൈം നിങ്ങൾക്ക് ഒരു ഭവനം പോലെ ആയിരിക്കും. And it will be a best place for you. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇടമായിരിക്കും അത്. There is no sorrow. അവിടെ ദുഃഖമുണ്ടാകുകയില്ല. There is no separation. അവിടെ വേർപാടുണ്ടാകുകയില്ല. And all your griefs will be over. എല്ലാ നിങ്ങളുടെ ദുഃഖങ്ങളും തീർന്നു പോകും. By seeing Joseph, his life extended. യോസെഫിനെ കണ്ടാറെ യാക്കോബിന്റെ ആയുസ് ദീർഘം. Dear child of God, dear child of God. പ്രിയ ദൈവത്തിലേ, And let us also make our mind to praise our God. നമുക്ക് മനസ്സിലുറപ്പിക്കാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കാമെന്ന്. If you start praising God, നാം ദൈവത്തെ സ്തുതിപ്പാൻ ആരംഭിക്കുമ്പോൾ your children also will be motivated to praise God. നിങ്ങളുടെ മക്കളും ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം അവർക്കും പ്രചോദനം ലഭിക്കും. In Psalms 148 when we read, 148 സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ, here David started praising God. ഇവിടെ നാം നോക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങുന്നു. And he was a man of praises. അവൻ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. And he motivated others to praise God. മാത്രമല്ല മറ്റുള്ളവരെ സ്തുതിപ്പാൻ തക്കവണ്ണം പ്രചോദനവും കൊടുത്തു. And by seeing him, many others also praised God. അവൻ ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടാറെ അനേകരും He was in wilderness, അവൻ മരുഭൂമിയിലായിരുന്നു, in desert, അവൻ വനാന്തരങ്ങളിലായിരുന്നു, and in many other places also he was running for life. മറ്റ് അനേക ഇടങ്ങളിലേക്കും ജീവനെ പേടിച്ച് ഓടുകയായിരുന്നു. And but whatever saw him started praising God, I will say. ആരെല്ലാം അവനെ കണ്ടുവോ, ഏതെല്ലാം അവനെ കണ്ടുവോ, അവരും ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. And what he said, എന്താകുന്നു അവൻ പറയുന്നത്? praise ye the Lord. യഹോവയെ സ്തുതിപ്പീൻ. And praise the Lord from heavens. സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. And praise him in the heights. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. And praise him
all his angels. അവന്റെ സകല ദൂതന്മാരുള്ളവരെ അവനെ സ്തുതിപ്പീൻ. Praise him, all his host. അവന്റെ സർവ്വ സൈന്യമേ അവനെ സ്തുതിപ്പീൻ. Praise him, sun and moon. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. Praise him, all the stars of light. പ്രകാശമുള്ള സകല നക്ഷത്രം ആയുള്ളവയെ അവനെ സ്തുതിപ്പീൻ. Praise him, ye heavens of heaven. സ്വർഗാദി സ്വർഗം അവനെ സ്തുതിക്കട്ടെ. Ye waters that are above the heavens. ആകാശത്തിന് മീതെയുള്ള വെള്ളവും അവനെ സ്തുതിപ്പീൻ. Let them praise the name of the Lord. അവർ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. And verse 7. 7-ാം വാക്യം. The Lord from the earth, and ye dragons and all the deeps. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്നും യഹോവയെ സ്തുതിപ്പീൻ. And fire and hail. തീയും ഹിമവും And snow and vapors. കൽമഴയും ഹിമവും ആവിയും. Stormy wind and fulfilling his word. അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. And mountains and all hills. പർവ്വതങ്ങളും സകല കുന്നുകളും. And fruitful trees and all cedars. ഫല വൃക്ഷങ്ങളും സകല ദേവദാരുക്കളും. And beasts and all cattle creeping things. മൃഗങ്ങളും സകല കന്നുകാലികളും. And flying fowls. ഇഴജന്തുക്കളും. And kings of the earth. ഭൂമിയിലെ All the രാജാക്കന്മാരും people. സകല വംശങ്ങളും. Princes. ഭൂമിയിലെ All പ്രഭുക്കന്മാർ. judges of the earth. സകല ന്യായാധിപന്മാരും. Both young men and maidens. യുവാക്കളും യുവതികളും. Old men and children. വൃദ്ധന്മാരും ബാലന്മാരും. Let them praise the name of the Lord. ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ For സ്തുതിക്കട്ടെ. his name alone is excellent. അവന്റെ നാമം മാത്രം His ഉയർന്നിരിക്കുന്നു. glory is above the earth and heaven. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. He also exalted the horn of his people. അവൻ തന്റെ സ്വന്തം ജനത്തിനൊരു കൊമ്പ് The ഉയർത്തിയിരിക്കുന്നു. praise of all his saints. തന്റെ സകല ഭക്തന്മാരുടെ പുകഴ്ചയ്ക്കായി. Even of the children of Israel, a people and near unto him, praise ye the Lord. ഇസ്രായേൽ മക്കളായ തന്നോട് അടുത്തിരിക്കുന്ന ജനത്തിന് തന്നെ യഹോവയെ Let us സ്തുതിപ്പീൻ. close our eyes. നമ്മുടെ കണ്ണുകളടപ്പീൻ. Let us close our eyes. നമ്മുടെ കണ്ണുകളടയ്ക്കാം. Let us ask the Lord, കർത്താവിനോട് യാചിക്കാം. Lord, how can I enter into new year? കർത്താവെ എങ്ങനെ എനിക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയും? Lord, you have taught. Let me follow the same way. കർത്താവെ നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ, ഞാനത് തന്നെ പിന്തുടരട്ടെ. And let us all stand on our knees for some time. ചില നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും മുഴങ്കാലിൽ മേൽ Get that നിൽക്കാം. grace. ആ കൃപ പ്രാപിക്കാം. And get that anointing. ആ അഭിഷേകം പ്രാപിക്കാം. Get that strength. ആ ബലം പ്രാപിക്കാം. I will praise my God. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. I will motivate others to praise God. മറ്റുള്ളവരെയും ദൈവത്തെ സ്തുതിപ്പാൻ My പ്രചോദിപ്പിക്കും. house must praise God. എന്റെ ഭവനം ദൈവത്തെ സ്തുതിക്കണം. My table must praise God. എന്റെ മേശ ദൈവത്തെ My സ്തുതിക്കണം. car must praise God. എന്റെ കാർ ദൈവത്തെ സ്തുതിക്കണം. And my children must praise എന്റെ God. മക്കൾ ദൈവത്തെ സ്തുതിക്കണം. And my job spot must praise God. എന്റെ ജോലി സ്ഥലം ദൈവത്തെ Sun സ്തുതിക്കണം. and moon must praise God. സൂര്യനും ചന്ദ്രനും ദൈവത്തെ സ്തുതിക്കണം. With praises I will enter new year. സ്തുതികളോടുകൂടെ പുതുവർഷത്തിൽ ഞാൻ പ്രവേശിക്കും. And I will see a clear way then. അങ്ങനെയെങ്കിൽ വ്യക്തമായ ഒരു പാത ഞാൻ കാണും. Whatever Canaanites he will destroy. കനാന്യർ ആര് തന്നെയായിരുന്നാലും ദൈവം അവരെ നശിപ്പിക്കും. Whatever changes I have to make, that praises will do. ഞാൻ മാറ്റേണ്ട മാറ്റങ്ങളൊക്കെയും സ്തോത്രം എനിക്ക് വേണ്ടി അത് മാറ്റങ്ങൾ. Moreover, my Jesus, അതിലുപരിയായ എന്റെ യേശു, he will kiss me with the kisses of his mouth. അവന്റെ വായുടെ അതരങ്ങളാൽ തന്നെ എന്റെ യേശുവിനെ ചുംബിക്കും. And he will give assurance. അവൻ എനിക്ക് ഉറപ്പ് നൽകി തരും. Safely I will walk through 2025. സുരക്ഷിതമായി തന്നെ 2025 ഞാൻ നടക്കും. I need not to fear. ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Lord, give me the grace. കർത്താവേ എനിക്ക് ആ കൃപ നൽകണമേ. And I lost the heart of gratitude. കർത്താവേ നന്ദിയുള്ള ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു That's പോയി. why I could not see the presence of God. അതുകൊണ്ടാകും ദൈവ സാന്നിധ്യത്തെ കാണുവാൻ എനിക്ക് കഴിയാതെ പോയത്. I could not meet my Jesus എന്റെ യേശുവിനെ സന്ധിപ്പാൻ or കഴിയാതെ പോയി. experience my Jesus. എന്റെ യേശുവിനെ അനുഭവിപ്പാൻ കഴിയാതെ From പോയി. today onwards, എന്നാൽ ഇന്ന് മുതൽ let me once again get that experience. ഒരിക്കൽ കൂടെ ഞാൻ അനുഭവം പ്രാപിക്കട്ടെ. Let my life be changed. എന്റെ ജീവിതം മാറട്ടെ. Lord, give me that grace. എനിക്ക് ആ കൃപ നൽകണമേ. Ask the Lord, ask the Lord. കർത്താവിനോട് യാചിപ്പിൻ. He is here to fill you with the new grace. പുതിയ കൃപയാൽ നിങ്ങളെ നിറയ്ക്കുവാൻ അവൻ ഇവിടെ ഉണ്ട്. And Jesus will come. യേശു കടന്നു വരും. With the blessings, fullness of blessings, we will enter into new year 2025. അനുഗ്രഹങ്ങളോട് അനുഗ്രഹ സമൃദ്ധിയോടുകൂടെ തന്നെ 2025 നാം പ്രവേശിക്കും. David says, I will praise my God at all times. എല്ലാ കാലത്തിലും ഞാൻ യഹോവയെ വാഴ്ത്തുമെന്ന്. And his praise shall be in my mouth. അവന്റെ സ്തുതി എപ്പോഴും എന്റെ വായിന്മേൽ ആയിരിക്കും. This must be our experience. ഇത് നമ്മുടെ അനുഭവമായിരിക്കണം. That is the will of God also. അത് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടവുമാകുന്നുവല്ലോ. And what is the will of God? എന്താകുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം? And to praise God at all times. ദൈവത്തിന് എപ്പോഴും സ്തുതിക്കുക. For all things. സകലത്തിലും. For small and great. ചെറുതിനും വലുതിനും. For good and bad. നല്ലതിനും അഴുക്കായ In summer or winter. അത് വേനലായാലും ശീതമായിരുന്നു. And whether it is favorable or unfavorable. അത് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും. Whether it is dark or bright. അത് അന്ധകാരമായിരുന്നാലും പ്രകാശമായിരുന്നാലും. And our hearts must be set to praise God. നമ്മുടെ ഹൃദയം ദൈവത്തെ സ്തുതിപ്പാൻ തക്ക. I will praise God. ഞാൻ ദൈവത്തെ സ്തുതിക്കും. I will send my Judah. ഞാൻ യഹൂദയെ അയക്കും. And through that I will get victory in battles. അത് മുഖാന്തരമായ യുദ്ധത്തിൽ എനിക്ക് ജയം ലഭിക്കും. And I will praise God. ഞാൻ ദൈവത്തെ സ്തുതിക്കും. And whatever happened for my favor or not.
അതെ, എനിക്ക് അനുകൂലമായി സംഭവിച്ചാലും ഇല്ലെങ്കിലും I will praise God hereafter. ഞാൻ ഇനിമേലാൽ ദൈവത്തെ സ്തുതിക്കും. God give me grace, Lord. ദൈവമേ എനിക്ക് കൃപ നൽകണമേ. Lord, give me that anointing, Lord. കർത്താവേ അഭിഷേകം എനിക്ക് തരണമേ. Let my heart set toward praises. കർത്താവേ സ്തുതിപ്പാൻ തക്കവണ്ണം ഹൃദയം Let ഉറച്ചിരിക്കട്ടെ. me rejoice in you. ഞാൻ നിന്നിൽ സന്തോഷിക്കട്ടെ. Let Israel rejoice in his Savior. ഇസ്രായേൽ തന്റെ രക്ഷകനിൽ സന്തോഷിക്കട്ടെ. And let everyone rejoice in our Savior and praise. എല്ലാവരും നമ്മുടെ രക്ഷകനിൽ സന്തോഷിച്ച് Get that anointing. അഭിഷേകം പ്രാപിപ്പി. Get that grace. ആ കൃപ പ്രാപിപ്പി. Be a child of God. ദൈവ Your പൈതലായിരിക്കും. life will be full of blessing. നിങ്ങളുടെ ജീവിതം അനുഗ്രഹ You will be സമ്പൂർണ്ണമായിരിക്കും. different. നിങ്ങൾ തികച്ചും വ്യത്യസ്തനായിരിക്കും. And you will be full of God's glory. ദൈവ തേജസ്സിനാൽ നിങ്ങൾ Amen. എന്നെ വാഴ്ത്തുമേ, എൻ മനവും പാടുമേ. ഞാൻ നിന്നെ വാഴ്ത്തുമേ, എൻ മനവും പാടുമേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ ഉന്നതനേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. നിന്നെ സ്തുതിപ്പാൻ ഞാൻ നിന്നെ വാഴ്ത്തുമേ, എൻ മനവും പാടുമേ. ഞാൻ നിന്നെ വാഴ്ത്തുമേ, എൻ മനവും പാടുമേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. ഉന്നതനേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. മണ്ണിൽ നീ സ്തുതിപ്പാൻ നിന്നെ വാഴ്ത്തുമേ, തുമേ നിൻ മനവും പാടുമേ. ഞാൻ എന്നും നിന്നെ വാഴ്ത്തുമേ, എൻ മനവും പാടുമേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. ഉന്നതനേ, എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. മണ്ണിൽ നിന്നെ സ്തുതിപ്പാൻ എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. ഉന്നതനേ, എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. മണ്ണിൽ നിന്നെ സ്തുതിപ്പാൻ എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. ഉന്നതനേ, എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. മണ്ണിൽ നിന്നെ സ്തുതിപ്പാൻ എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ ഉന്നതനേ. എന്നെ നീ കൈപ്പണിയായി സൃഷ്ടിച്ചല്ലോ. even before the foundation of the world, for eternal life, Father, let's all praise him. നിത്യജീവനായി ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തുവതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. He's shown his mercies towards us. Father, let's all praise him. നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചല്ലോ, അവന്റെ കരുണ നമ്മോട് കാണിച്ചുവതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. In the right time he saved us. He washed our sins. Father, let's all praise him. തക്ക സമയത്ത് അവൻ നമ്മെ രക്ഷിച്ചല്ലോ, നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി കളഞ്ഞല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Before we loved him, he loved us. നാം അവനെ സ്നേഹിക്കുന്ന മുമ്പായി അവൻ നമ്മെ സ്നേഹിച്ചു. And with the eternal love, he loved us. നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. On the cross of Calvary, he became sacrifice for us. കാൽവരി ക്രൂസിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. For all the finished work of Calvary, out of love shall we all praise him. സ്നേഹ നിമിത്തം കാൽവരി ക്രൂസിൽ തികച്ച സകല പ്രവൃത്തികൾക്കായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. We were no way worthy for least of the blessings. ഏറ്റവും ചെറിയ അനുഗ്രഹത്തിന് പോലും നാം യാതൊരു വിധത്തിലും യോഗ്യതയുള്ളവരല്ല. We were Gentiles. നാം ജാതികളായിരുന്നു. We were foolish. നാം ഭോഷത്തന്മാരായിരുന്നു. We were base. നാം ഏറ്റവും നികൃഷ്ടരായിരുന്നു. We were weak. നാം ബലഹീനരായിരുന്നു. But he has chosen us. എന്നാലോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Eyes of the King of Kings and the Lord of Lords fell upon us. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ കണ്ണുകൾ ദൃഷ്ടികൾ നമ്മുടെ മേൽ പതിഞ്ഞു. In his sight we found favor. Father, let's all praise him. അവന്റെ കണ്ണിൽ നമുക്ക് കടാക്ഷം ലഭിച്ചുവല്ലോ, അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Whole year as apple of his eye he preserved us. മുഴുവർഷവും കർത്താവ് കണ്ണിൻ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിച്ചു. Especially from the very first moment till this time, he was good and all sufficient for his. Father, let's all praise him. പ്രത്യേകാലി വർഷത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഇതുവരെ കർത്താവ് നല്ലവനായിരുന്നുവല്ലോ, സകലത്തിനും മതിയാവനായിരുന്നുവല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. With many promises, assurance, he helped us to enter into this year. അനേക വാഗ്ദത്തങ്ങളോടുകൂടി ഉറപ്പുകളോടുകൂടി ഈ വർഷത്തിൽ പ്രവേശിപ്പാൻ അവൻ നമ്മെ He സഹായിച്ചു. was faithful in all his promises. അവന്റെ സകല വാഗ്ദത്തങ്ങളും നമ്മോട് വിശ്വസ്തനായിരുന്നു. Not even a one single promise left undone.
ഇതുവരെ ഒരു വാഗ്ദത്തം പോലും അതിൽ നിവർത്തിക്കാതിരുന്നിട്ടില്ല. And such a faithful God. And he faithfully, even we did not remember, he remembered and fulfill all the promises. Father, let's all praise him. അത്രത്തോളം ഒരു വിശ്വസ്തനായ ദൈവം പലപ്പോഴും നാം ഓർത്തില്ലെങ്കിൽ തന്നെയും അവൻ ഓർമ്മ വെച്ച് സകലവും നിറവേറ്റിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. For our spiritual life, for our soul, he was so good. Father, let's all praise him. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ പ്രാണന് വേണ്ടി അവൻ ഏറ്റവും നല്ലവനായിരുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. He gave us blessed fellowship. അവൻ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നൽകി. And many good prayers. അനേക നല്ല പ്രാർത്ഥനാ യോഗങ്ങൾ. And he gave us his counsel. അവൻ തന്നെ ആലോചന നമുക്ക് നൽകി. And needful counsel, the right time he gave us and guided us. Father, let's all praise him. സമയത്ത് ആവശ്യമായ ആലോചന നൽകി അവൻ നമ്മെ വഴി നടത്തിയല്ലോ, അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Whenever we cried in his presence, he wiped our tears. നാം എപ്പോഴെല്ലാം അവന്റെ സന്നിധിയിൽ കരഞ്ഞു പോകും, അപ്പോഴെല്ലാം അവൻ നമ്മുടെ കണ്ണുനീർ He തുടച്ചു. comforted us അവൻ നമ്മെ ആശ്വസിപ്പിച്ചു. and gave us his plan and purpose concerning our lives. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള അവന്റെ ഹിതവും പദ്ധതിയും അവൻ നമ്മെ കാണിച്ചു തന്നു. And beyond our thoughts, he worked in our life. And Father, let's all praise him. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ നമ്മുടെ ജീവിതങ്ങളിൽ അവൻ പ്രവർത്തിച്ചുവല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Being in Dubai, and we are blessed, we have seen so many servants of God. നാം ദുബായിലായിരിക്കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്ന അനേക കർത്തൃവേലക്കാരെ നമുക്ക് കാണുവാനിടയായി. And God sending different servants of God, different times. വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ കർത്തൃവേലക്കാരെ കർത്താവ് അയക്കുന്നു. And given us so many blessed experiences and counsels. അനേക വിധമായ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ആലോചനകളും കർത്താവ് നൽകുന്നു. For all the helps God did through servants of God, shall we all praise him. കർത്തൃവേലക്കാർ മുഖാന്തരമായി കർത്താവ് നമുക്ക് നൽകി തന്ന എല്ലാ സഹായങ്ങൾക്കായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Satan tried to pluck away from the presence of God, from this fellowship, but God rooted us more than before. Father, let's all praise him. ദൈവസന്നിധിയിൽ നിന്നും ഈ കൂട്ടായ്മയിൽ നിന്നും നമ്മെ പറിച്ചെടുക്കാൻ തക്കവണ്ണം സാത്താൻ പരമാവധി പരിശ്രമിച്ചപ്പോൾ ദൈവം നമ്മെ വേരൂന്നി കർത്താവ് ഇതിൽ തന്നെ സ്ഥിരപ്പെടുത്തിയല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Conventions, special meetings, VBS, youth meeting, prayers and special prayers God given and blessed us. Father, let's all praise him. പ്രാർത്ഥനകൾ, പ്രത്യേക യോഗങ്ങൾ, കൺവെൻഷനുകൾ, VBS, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെയും കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിച്ചുള്ളതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. God brought leaders also in our midst and bless our convention. Father, let's all praise him. നടത്തിപ്പുകാരെയും കർത്താവ് നമ്മുടെ മധ്യയെ കൊണ്ടുവന്ന് നമ്മുടെ കൺവെൻഷൻ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. To experience the love of God, care of God, guidance of God, he enabled us. Father, let's all praise him. ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ പരിപാലനത്തെ, ദൈവത്തിന്റെ നടത്തിപ്പിനെ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. In all our journeys, he had been with us. നമ്മുടെ സകല യാത്രകളും കർത്താവ് നമ്മോട് കൂടി ഉണ്ടായിരുന്നു. Preserved us from all accidents and untoward incidences. സകലവിധമായ അപകടങ്ങളും അനിഷ്ട സംഭവങ്ങളും കർത്താവ് തന്നെ നമ്മെ വിടുവിച്ചു. Father, let's all praise him. അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. So many sickness, അനേക രോഗങ്ങൾ, small and great. ചെറുതും വലുതുമായ രോഗങ്ങൾ With our children, it came and tried to destroy us. നമ്മെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ച് നമ്മെ നശിപ്പിക്കാൻ തക്കവണ്ണം ശ്രമിച്ചു. But he had been our healer. എന്നാലോ അവനോ നമ്മുടെ സൗഖ്യദാതാവായിരുന്നു. When we called upon him, he healed us. അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കി. And he kept us safe hitherto. Father, let's all praise him. ഇതുവരെ നമ്മെ സൂക്ഷിച്ചു വരുന്നതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Even from wars and rumors of wars, God preserved us. Father, let's all praise him. യുദ്ധങ്ങളിൽ നിന്നും യുദ്ധസ്തുതികളിൽ നിന്നും കർത്താവ് നമ്മെ സൂക്ഷിച്ചു വരുന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. We have faced hot summer. നാം കഠിനമായ ചൂട് നേരിടേണ്ടി വന്നു. And we have faced even flood. മാത്രമല്ല വെള്ളപ്പൊക്കവും നാം നേരിടേണ്ടി വന്നു. And rain. മഴ നേരിടേണ്ടി വന്നു. And winter. ഇപ്പോൾ തണുപ്പും. In all weathers, he had been with us. എന്നാൽ എല്ലാ കാലാവസ്ഥയിലും നമ്മോട് കൂടി ഉണ്ടായിരുന്നു. God himself preserved. ദൈവം തന്നെ നമ്മെ സൂക്ഷിച്ചു. And without losing any of our dear ones, losing any of our blessings, God preserved everything. Father, let's all praise him. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരും തന്നെ നഷ്ടപ്പെടാതെ വണ്ണം, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിച്ചതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. By the grace of God in families and church, God commanded peace. Father, let's all praise him. ദൈവകൃപയാൽ എല്ലാ കുടുംബങ്ങളിലും ദൈവസഭയിലും കർത്താവ് സമാധാനം സൂക്ഷിച്ചുവല്ലതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Day after day,
and enemy declared war against us. ദൈനംദിനം തന്നെ ശത്രു നമുക്ക് വിരോധമായി യുദ്ധം In പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. all the wars and to get victory, God enabled us. എന്നാൽ സകല യുദ്ധങ്ങളിലും ജയത്തെ നേടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. And about people of Judah, it is written, and they did not lose a single person. യഹൂദ ഗോത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവർക്ക് ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോയില്ല. And they went for battle. അവർ യുദ്ധത്തിന് പോയി. When they came back, എന്നാൽ മടങ്ങി when വന്നപ്പോൾ they counted, അവർ എണ്ണി നോക്കിയാറേ and all were present. എല്ലാവരും അവിടെ സന്നിധരായിരുന്നു. And the same way our God preserved. അതുപോലെ നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിച്ചു. We faced many battles. അനേക യുദ്ധങ്ങൾ നാം നേരിട്ടു. Day after day. ദൈനംദിനം തന്നെ. Almost every day. എല്ലാ Or ദിവസവും. every minute. എല്ലാ മിനിറ്റും. But God preserved every soul. Fatherless soul. Praise Him. എല്ലാ പ്രാണനെയും ദൈവം തന്നെ സൂക്ഷിച്ചതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 God preserved all our children. Fatherless soul. Praise Him. ദൈവം നമ്മുടെ സകല കുഞ്ഞുങ്ങളെയും സൂക്ഷിച്ചതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. In many families, God added children and preserved. Fatherless soul. Praise Him. അനേക കുടുംബങ്ങൾ കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചുവല്ലോ സൂക്ഷിച്ചല്ലോ അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Unto many God has given job and preserved. Fatherless soul. Praise Him. അനേകർക്ക് കർത്താവ് ജോലിയെ നൽകി അതിനെ സൂക്ഷിച്ചല്ലോ അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Many thefts and scams are happening around. But God, by the grace of God, preserved our finance. Fatherless soul. Praise Him. അനേക ചതിവുകൾ അനേക വിധമായ മോഷണ രീതികൾ സ്കാം ഇതൊക്കെ നടക്കുന്ന വേളയിൽ കർത്താവ് നമ്മെ എല്ലാവരെയും അതിൽ നിന്നൊക്കെയും സൂക്ഷിച്ചതിനാൽ ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Jesus. He held us. Upheld us. Fatherless soul. Praise Him. തന്റെ കണ്ണൻ കൃഷ്ണനെ പോലെ തന്റെ നീതിയുള്ള വലങ്കരത്താൽ കർത്താവ് നമ്മെ താങ്ങിയല്ലോ അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Not unto us, unto our parents, all our relations and well-wishers and church people. He was good and all sufficient in all the places. Fatherless soul. Praise Him. നമുക്ക് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് സഭയിൽ ചർച്ചക്കാർക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെയും തന്നെ കർത്താവ് നല്ലവനായിരുന്നല്ലോ അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Many a times, many things troubled us. അനേക തവണ അനേക വിഷയങ്ങൾ നമ്മെ കലക്കി. And how we would face tomorrow, we thought. നാം ചിന്തിച്ചു പോയി നാളെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും. And next moment, what I will do. അടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യും. But our God wonderfully worked in our life. എന്നാൽ നമ്മുടെ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. And really, as a provider, He had been with us. വാസ്തവമായി തന്നെ ദാതാവായി അവൻ കൂടിയിരുന്നു. As a battle fighter, He had been with us. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായി കൂടിയിരുന്നു. As a counselor, He had been with us. അവൻ നമുക്ക് ആലോചനക്കാരനായി കൂടിയിരുന്നു. And all in all, He had been with us. Fatherless soul. Praise Him. സകലത്തിനും സകലവുമായി അവൻ തന്നെ നമ്മോട് കൂടിയിരുന്നുവല്ലോ അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Only God was with us. There was no strange gods. Such a way. And as a dear unto our God was with us. Fatherless soul. Praise Him. നമ്മുടെ ദൈവം മാത്രമായിരുന്നു നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. അന്യ ദൈവങ്ങൾ നമ്മോട് കൂടെ ഇല്ലായിരുന്നുവല്ലോ. ദൈവം അങ്ങനെ തന്നെ നമ്മെ സൂക്ഷിച്ചതിനാൽ ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Many miracles, many wonders, many remarkable things God has done. അനേക അത്ഭുതങ്ങൾ അനേക വിധമായ ആശ്ചര്യ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക സംഭവങ്ങൾ കർത്താവ് ചെയ്തു. We can say day and time. നമുക്ക് അതിന്റെ സമയവും നാളും പറയാൻ In this particular time, this happened. ഈ പ്രത്യേക സമയത്ത് ഇത് സംഭവിച്ചു. And God given job. ദൈവം ആ ജോലി God നൽകി. given child. ദൈവം ഒരു കുഞ്ഞിനെ നൽകി. And God delivered me. ദൈവം എന്നെ വിടുവിച്ചു. After this prayer, this happened. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ സംഭവിച്ചു. God of miracle was with us. He filled our life with miracles and wonders. Fatherless soul. Praise Him. അത്ഭുതവാനാം ദൈവം നമ്മോട് കൂടി ഇരുന്ന് നമ്മുടെ ജീവിതങ്ങൾ അത്ഭുതങ്ങളാലും ആശ്ചര്യ പ്രവർത്തികളാലും നിറച്ചതിനാൽ ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Many times we expected negative things. പലപ്പോഴും നാം നിഷേധാത്മകമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. And we expected failures, പരാജയങ്ങൾ നാം പ്രതീക്ഷിച്ചു. punishment. ശിക്ഷ പ്രതീക്ഷിച്ചു. And more beyond, against our expectation, God did everything for His glory. Blessed be. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെയും വിരോധമായി അവന്റെ മഹത്വത്തിനായി കർത്താവ് അത്ഭുതകമേറിയ വിഷയങ്ങൾ കർത്താവ് ചെയ്യുകയും Yes, our God did miracles, wonders, and day after day, Fatherless soul. Praise Him. ദൈനംദിനം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും ആശ്ചര്യ പ്രവർത്തികളും ചെയ്തുവല്ലോ അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. In our job spot also, God preserved. നമ്മുടെ ജോലി സ്ഥലത്തും കർത്താവ് സൂക്ഷിച്ചു. And to find favor in the sight of authorities, colleagues, God enabled us. Fatherless soul. Praise Him. മേലധികാരികളുടെ കൂട്ട് ജോലിക്കാരുടെ ഇടയിൽ കടാക്ഷം ലഭിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 As a mighty, terrible one, our God is with us. Fatherless soul. Praise Him. ഭയങ്കരനും വീരനുമായ ദൈവമായി നമ്മുടെ ദൈവം നമ്മോട് കൂടി ഉണ്ടല്ലോ അതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 I will
instruct thee, teach thee in the way which thou art go. നീ നടക്കേണ്ടത് വഴി ഞാൻ നിനക്ക് കാണിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കും. And he is teaching us, guiding us. Father, let's all praise him. അവൻ നമ്മെ ഉപദേശിക്കുന്നുവല്ലോ, അവൻ നമ്മെ നടത്തുന്നുവല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord. His hands were around us, his wings were covering us. Father, let's all praise him. നാം അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിഞ്ഞിരുന്നുവല്ലോ, അവന്റെ കൈകൾ നമ്മെ ചുറ്റും അണച്ചുവല്ലോ, മാത്രമല്ല അവന്റെ ചിറകുകളാൽ അവൻ നമ്മെ മൂടിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Even for all unanswered prayers shall we all praise him. ഇതുവരെയും ഉത്തരം ലഭിക്കാത്ത സകല പ്രാർത്ഥനകൾക്കായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Our miracle, our deliverance, our God's work is on the way. Father, let's all praise him. നമുക്ക് വേണ്ടിയുള്ള അത്ഭുതം, വിടുതൽ ഇതാ അത് വഴിയിൽ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് വഴിയിൽ തന്നെ ആയിരിക്കുന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Coming year, he is going to bless more than this year. He will be all in all. Father, let's all praise him. വരുന്ന വർഷം ഈ വർഷത്തെക്കാൾ അധികമായി അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ പോകുന്നു. സകലവുമായി അവൻ നമുക്ക് കാണപ്പെടുവാൻ പോകുന്നുവല്ലോ, അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Our Joseph, our Jesus will come and embrace us. He will kiss and he will hold us and take us to 2025 throughout. Father, let's all praise him. നമ്മുടെ യേശുവാകുന്ന യോസെഫ് കടന്നു വന്ന് നമ്മെ അവൻ മുത്തം ചെയ്യും, അവൻ നമ്മെ ആലിംഗനം ചെയ്യും, നമ്മുടെ കൈക്ക് പിടിച്ച് പുതുവർഷത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കുമെന്നതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. He will take us the path which he ought to go through. നാം പോകേണ്ടുന്ന വഴിയിൽ തന്നെ അവൻ നമ്മെ കൊണ്ടുപോകും. He will not allow us to go astray. നാം വഴിതെറ്റി പോകുവാൻ അവൻ സമ്മതിക്കില്ല. He will not allow us, our children, to go astray. നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റുവാൻ അവൻ അനുവദിക്കില്ല. Surely he will take us in the proper way till we reach New Jerusalem and Zion. Father, let's all praise him. നിശ്ചയമായി പുതിയ യെരുശലേമിലും സിയോനിലും നാം എത്തിച്ചേരുവോളം തന്നെ തക്കതായ വഴിയിലൂടെ അവൻ നമ്മെ നടത്തുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise the Lord. To defeat all the 7 nations and 31 kings, he will enable us. He will do everything. Father, let's all praise him. 7 ജാതികളിൽ 31 രാജാക്കന്മാരെയും കീഴടക്കുവാൻ തക്കവണ്ണം, ജയിപ്പാൻ തക്കവണ്ണം അവൻ തന്നെ നമ്മെ സഹായിക്കുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. He will be with us and prepare us for his soon return. Father, let's all praise him. അവൻ തന്നെ നമ്മോട് കൂടി ഇരുന്ന് അവന്റെ വേഗമുള്ള വരവിനായി നമ്മെ ഏവരെയും ഒരുക്കുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Once again, he has given blessed new year. Father, let's all praise him. ഒരിക്കൽ കൂടെ അവൻ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം നൽകിയതിനാൽ നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. He will enable us to walk in spirit. ആത്മാവിൽ നടക്കുവാൻ അവൻ നമ്മെ സഹായിക്കും. I'm pleasing the Lord at all times. എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് God will be glorified through our lives. Father, let's all praise നമ്മുടെ him. ജീവിതം മുഖാന്തരമായി നമ്മുടെ ദൈവം മഹത്വപ്പെടുന്നതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord. Giving all glory, honor and praise to Triune God, and Triune God only shall we all praise him. ത്രിയേക ദൈവത്തിന് തന്നെ സകലമാനവും മഹത്വം പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Please pray. Our loving Father, we praise you and thank you, Lord, for the blessed time that you have given us in order to come into your presence and to give thanks unto your name, remembering all your goodness that you have been doing throughout this year in our lives, Lord, to be filled with gratitude, Lord, that we may offer praises unto you with our wholeheartedness, Lord. As we have heard this evening, Lord, whenever Judah went first, either for the battle or for journey, there was a great victory that we read from the scriptures, Lord. We know that Judah is praised of his brethren, and Judah's hands are over the neck of his enemies, Lord. And Judah is a lion's whelp, and the scepter and lawgiver shall not depart from Judah. We know that, Lord, thou art God who dwells in the praises of the Israel, Lord, in the midst of the praises of Israel, Lord. And help us to praise you at all times, Lord, that we may enter into the gates of the Lord where the righteous enter in, and that we may praise and receive much blessings, Lord. Just as King Asa and King Jehoshaphat, help us, Lord, to praise you at all times, Lord. Praise continuously and great blessings, Lord. Even at the close of this year, as we are making preparations to enter into the new year, Lord, thou hast given us a confirmation, just as Jacob had a confirmation to go into Egypt with all his household, Lord. Thou hast given us hope, Lord. We are not orphans, Lord. We are not destitute. We are not fatherless, Lord. But we are with Jesus. We are going to have a close communion with Jesus, just as when Judah went first through praising and thanksgiving, Lord. We are going to have a close communion with Jesus, Lord.
And just as Joseph came to meet Jacob, and so that in order to give a hearty welcome, Lord, that was also going to give us a hearty welcome that we may enter into the new year, Lord. Jesus, our beloved, is going to receive us into the new year, to give us a new hope, to give us a new faith, Lord, in order to give us manifold blessings, Lord, that we might enter into the new year, to go into the new paths, Lord, to be with Jesus forever. That was given us a great hope, Lord, through this meeting, for which we praise and thank you, Lord. Undertake for the rest of the meetings, Lord. Undertake for the old year service and the new year service, Lord. Make it a great blessing in our lives, Lord. Prepare us for your soon return. In Jesus' name we pray. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in His glory. Hallelujah. 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 God bless you all.